മുംബൈയിൽ മലയാള ഭാഷാ പ്രചാരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 13ാമത് മലയാളോത്സവം പ്രതിഭകളുടെ സംഗമവേദിയായി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 1000-ഓളം മത്സരാർത്ഥികളാണ് 10 വേദികളിലായി വിവിധ വിഭാഗങ്ങളിൽ മാറ്റുരച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജം മുംബൈ മലയാളികളുടെ സർഗോത്സവത്തിന് ആതിഥേയരായി. കേരളത്തിന്റെ മഹത്തായ സാംസ്കാരിക തനിമയെ മുംബൈ മലയാളികളുടെ പുതുതലമുറയിൽ എത്തിക്കാനും കേരളീയ കലാരൂപങ്ങൾ പരിശീലിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മലയാള ഭാഷാ പ്രചരണ സംഘം മലയാളോത്സവത്തിന് തുടക്കമിടുന്നത്. 2012 മുതൽ വർഷം തോറും മുംബൈ മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന കലോത്സവമാണ് മലയാളോത്സവം. മുംബൈ മലയാളികളുടെ സർഗോത്സവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാളോത്സവം കേരളീയ സംസ്കാരത്തിന്റെ വ്യത്യസ്തമായ ധാരകളെ സർഗാത്മകമായി സംയോജിപ്പിക്കുന്ന ഉത്സവമായി മാറിക്കഴിഞ്ഞു. മലയാളോത്സവത്തിന്റെ 13 പതിപ്പുകളും ഇതിന് ദൃഷ്ടാന്തമാണ്. എല്ലാ മേഖലകളിലും മലയാളോത്സവ വേദികളിൽ ലഭിക്കുന്ന ജനപിന്തുണയും സഹകരണവും വലിയൊരു പ്രചോദനം തന്നെയാണെന്ന് സംഘാടകർ വിലയിരുത്തുന്നു. മുംബൈയിലെ എല്ലാ മുക്കും മൂലയിലുള്ള ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. ഈ ഒരു ദിവസം നമ്മൾ ഉത്സവം പോലെ ആഘോഷിച്ചു. ഇവിടെ ഭക്ഷണം വെച്ചു. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ ജനഹൃദയങ്ങളിലേക്ക് ഈ പ്രോഗ്രാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. മധുരതരമായ ഒരു ഉത്സവമായിട്ടാണ് ഇന്നിവിടെ കൊണ്ടാടിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജം എന്നറിയപ്പെടുന്ന ഡോംബിവിലി കേരളീയ സമാജമാണ് ഇതാദ്യമായി മലയാളോത്സവത്തിന് വേദിയൊരുക്കിയത്. വളരെ അഭിമാനമുണ്ട്. മഹാരാഷ്ട്രയുടെ 4 ഡിസ്ട്രിക്റ്റിൽ നിന്നും 10 സോണിൽ മത്സരിച്ച് വിജയികളായിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് ഇവിടെ 10 സ്റ്റേജുകളിൽ മത്സരിക്കുന്നത്. മറ്റ് സമാജങ്ങളും ഇതുപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ മലയാള ഭാഷാ പ്രചാരണ സംഘത്തിന് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കണം. മുംബൈയിലെ ലോക കേരള സഭാംഗങ്ങളായ MK നവാസ്, പ്രിയ വർഗീസ് തുടങ്ങി കെയർ ഫോർ മുംബൈ എന്ന സന്നദ്ധ സംഘടനയുടെ പിന്തുണയും മലയാളോത്സവത്തിന്റെ വിജയത്തിന് പ്രധാന ഘടകമായി. ഇത് തീർച്ചയായിട്ടും മുംബൈയിലെ പൊതുസമൂഹം ഏറ്റെടുക്കണം. ഒരു ദിവസം നീണ്ട മത്സരങ്ങളിൽ കേരളീയ സംസ്കാരവും ഭാഷയും 10ഓളം വേദികളിലാണ് നിറഞ്ഞാടിയത്. തിരക്ക് പിടിച്ച നഗരജീവിതത്തിനിടയിലും വനിതകളുടെയും കുട്ടികളുടെയും പ്രാതിനിധ്യം ശ്ലാഘനീയമായിരുന്നു. ഒന്നിനൊന്നു മെച്ചപ്പെട്ട പ്രകടനങ്ങളാണ് വേദിയെ ത്രസിപ്പിച്ചതെന്ന് വിധികർത്താക്കളും വിലയിരുത്തുന്നു. വളരെ ടഫായിരുന്നു. ഒന്നിനൊന്ന് ഏതിനാ നമ്മൾക്ക് ശരിക്കും കൊടുക്കേണ്ടതെന്ന് ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മത്സരിച്ച 10 മേഖലകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയാണ് കല്യാൺ ഡോംബിവിലി കിരീടം നേടിയത്. 2ഉം 3ഉം സ്ഥാനങ്ങൾ വസായി വിരാർ മേഖലയും നവി മുംബൈയും കരസ്ഥമാക്കി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.